കാരണം അവൻ വീണ്ടും ആ വക്കീൽ നോട്ടീസിന്റെ ബാക്കി ഭാഗം വായിക്കുകയായിരുന്നു. അത് മുഴുവൻ വായിച്ചു തീർന്നു കഴിഞ്ഞതും ജയനന്ദൻ ഒരു നിമിഷം നമ്പ്യാരുടെ മുഖത്തേക്ക് നോക്കി നിന്നു. ശേഷം, എന്താണച്ഛാ ഇത്? ഇതിലെഴുതിയിരിക്കുന്നത് അത്രയും പച്ചക്കള്ളമല്ലേ? യാതൊരുവിധ കാരണവുമില്ലാതെ ഒരാളെക്കുറിച്ച് ഇങ്ങനെയൊരു നുണക്കഥ എഴുതി പിടിപ്പിക്കുക അത് ശരിയാണോ? ജയനന്ദൻ നമ്പ്യാരോട് ചോദിക്കുന്നു. അത് പറയുമ്പോൾ ദേഷ്യവും വിഷമവും കാരണം അവന്റെ ശബ്ദം വല്ലാതെ വിറകൊണ്ടിരുന്നു. എന്നാൽ ജയനന്ദന്റെ ആ ചോദ്യം കേട്ട് മറുപടിയൊന്നും പറയാതെ നമ്പ്യാർ നിശബ്ദനായിരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ നിശബ്ദനായിരിക്കുന്ന നമ്പ്യാരുടെ മനസ്സിൽ ഈ കേസ് ഏറ്റെടുത്തിരിക്കുന്ന വക്കീൽ അതാരാണെന്നുകൂടി അറിയുമ്പോൾ ഇത്രയും രോഷാകുലനായ ജയനന്ദന്റെ ആ മാനസികാവസ്ഥ അതെന്തായിരിക്കുമെന്ന് ഒരു പേടിയുണ്ടായിരുന്നു. ഒടുവിൽ അദ്ദേഹം ഭയപ്പെട്ടതുപോലെ തന്നെ സംഭവിച്ചു. ആ വക്കീൽ നോട്ടീസിന്റെ അവസാനത്തെ പേജ് നോക്കിയ ജയനന്ദൻ പരാതിക്കാരി ആരാണെന്ന് നോക്കി. എന്നാൽ അതിൽ അങ്ങനെയൊരാളുടെ പേര് കാണാൻ കഴിഞ്ഞില്ല അവന്. അതോടെ ഈ കേസ് ഏറ്റെടുത്ത വക്കീൽ അതാരാണെന്ന് നോക്കിയപ്പോൾ കണ്ടു അതിൽ മാലിനിയുടെ പേര്. അതോടെ നമ്പ്യാരെ പോലെ ഒരു നിമിഷം ജയനന്ദനും ഒന്ന് ഞെട്ടി. ആ ഞെട്ടലിനിടയിലും അവൻ ആ പേര് വായിച്ചു. അതുതന്നെയാണോ എന്നറിയാനായി ആ പേര് വീണ്ടും വീണ്ടും അവൻ വായിച്ചു നോക്കുന്നു. അതോടെ ആ പേര് അതുതന്നെയാണെന്നുറപ്പായ നിമിഷം അവൻ നിശബ്ദനായി നമ്പ്യാരുടെ മുഖത്തേക്ക് നോക്കി നിന്നു പോകുന്നു. ഈ സമയം ഇതെല്ലാം കണ്ടും കേട്ടും അവർക്കരികിൽ നിന്ന വാണിയെ സംബന്ധിച്ച് പറഞ്ഞാൽ ആദ്യമൊന്നും വാണിക്ക് കാര്യമൊന്നും മനസ്സിലായില്ല. എങ്കിലും ജയനന്ദന്റെ ആ ഞെട്ടിത്തരിച്ചുള്ള നോട്ടവും നിൽപ്പും കണ്ടതോടെ ജയനന്ദന്റെ കയ്യിലിരിക്കുന്ന ആ പേപ്പറിനുള്ളിലാണ് ഇതിന്റെയെല്ലാം കാരണമുള്ളതെന്ന് മനസ്സിലായി. അതേ തുടർന്ന് വാണി ഞെട്ടിത്തരിച്ചു നിൽക്കുന്ന ജയനന്ദന്റെ കയ്യിൽ നിന്നും ആ പേപ്പർ വാങ്ങി. തുടർന്ന് അവൾ അത് വായിച്ചു. അത് മുഴുവനും വായിച്ചു തീർന്നതും മറ്റു രണ്ടുപേരെ പോലെ വാണിയും കുറച്ചു നേരത്തേക്ക് ഞെട്ടിത്തരിച്ച് നിന്നു പോകുന്നു. തുടർന്ന് അവൾ തുടങ്ങി. അപ്പു നമ്മുടെ കുഞ്ഞു തന്നെയാണ് മാലിനി. അവൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ 7 മാസം കഴിഞ്ഞില്ലേ? അതുകൊണ്ട് തന്നെ അവൾക്ക് ഈ വീടിനെയും വീട്ടുകാരെയും നന്നായി അറിയാവുന്നതുമല്ലേ? വന്ദനയുടെയോ ഇവിടെയുള്ള മറ്റുള്ളവരുടെയോ ഭാഗത്തു നിന്നും അപ്പു നമ്മുടെ കുഞ്ഞല്ല എന്ന് തോന്നുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു പോരായ്മ കണ്ടെത്താൻ അവൾക്ക് കഴിഞ്ഞോ? ഇല്ല. പിന്നെന്ത് അടിസ്ഥാനത്തിലാണ് അവൾ ആരോ പറഞ്ഞ ഒരു നുണക്കഥ കേട്ടിട്ട് ഇങ്ങനെയൊരു ദ്രോഹം നമ്മളോട് ചെയ്യാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്? ഇവൾക്കിത് എന്താ? മനസ്സിന് നല്ല സുഖമില്ലേ? പിന്നെ ഇതൊക്കെ കാണുമ്പോൾ ഇങ്ങനെയല്ലാതെ മറ്റെന്താ പറയുക? വാണി മാലിനിക്കെതിരെ പൊട്ടിത്തെറിക്കുന്നു. എന്നിട്ടും മനസ്സിലെ ദേഷ്യവും വിഷമവും അടക്കാൻ കഴിയാതെ വന്ന വാണി വീണ്ടും തുടർന്നു. എല്ലാം എനിക്കറിയാം മാലിനി എന്തിനാണ് ഇങ്ങനെയെല്ലാം ചെയ്യുന്നതെന്ന്. ജയകൃഷ്ണനോടുള്ള അവളുടെ ദേഷ്യം തീർക്കുന്നതിനു വേണ്ടി അവൾ വന്ദനയെ കരുവാക്കിയതാണ്. ഇനി അമ്മയും വന്ദനയും രമേശും ഇതറിയുമ്പോഴുള്ള സ്ഥിതി എന്തായിരിക്കും എന്ന് ഓർക്കാനേ കഴിയുന്നില്ല, വാണി പറഞ്ഞു നിർത്തി. തുടർന്ന് മൂന്നാളും ഇനി എന്ത് എന്ന ആലോചനയോടെ നിശബ്ദരായി ഇരുന്നു പോകുന്നു. അങ്ങനെ അവർ 3 പേരും ഇനി എന്തെന്ന ആലോചനയോടെ പരസ്പരം മുഖാമുഖം നോക്കിയിരിക്കെ അപ്പുവിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ നിന്നും ഭഗീരഥയും വന്ദനയും തിരിച്ചെത്തി. കുഞ്ഞിനെയും കൊണ്ട് തിരിച്ചെത്തിയ അവർ അകത്തേക്ക് കയറി വരുമ്പോൾ തന്നെ കണ്ടു ഹാളിൽ മൂകരായി ഇരിക്കുന്ന 3 പേരെയും. അവരോട് മൂന്നാളോടും ഒന്നും ചോദിക്കാനോ പറയാനോ നിൽക്കാതെ ഭഗീരഥയും വന്ദനയും അവരവരുടെ മുറികളിലേക്ക് പോയി. ഡ്രസ്സ് മാറി ഉറങ്ങിക്കിടന്ന അപ്പുവിനെ തൊട്ടിലിൽ കിടത്തിയ ശേഷം ഇരുവരും മുറിയിൽ നിന്നും ഇറങ്ങി ഹാളിലേക്ക് വന്നു. ഈ സമയം ഹാളിൽ ഇരിക്കുന്ന അവർ മൂന്നാളും അവർ അകത്തേക്ക് പോയപ്പോൾ കണ്ട് അതേ മുഖമായി തന്നെ ഇരിക്കുന്നതാണ് കണ്ടത്. അതോടെ ഭഗീരഥി അവർ മൂന്നാളുടെയും അടുത്തെത്തി പരസ്പരം ഒന്നും മിണ്ടാതെ മൂകരായിരിക്കുന്ന അവരെ 3 പേരെയും അടിമുടി ഒന്ന് ശ്രദ്ധിച്ചു. അങ്ങനെ ശ്രദ്ധിക്കുന്ന ഭഗീരഥിക്ക് അവരുടെ മൂന്നാളുടെയും മുഖത്ത് എന്തോ ഒരു വിഷമം ഉള്ളതുപോലെ തോന്നി. അതുകൊണ്ട് ഉണ്ടായതാണ് അവരുടെ ഈ മൂക നിശബ്ദതയെന്നും മനസ്സിലാകുന്നു. താൻ മനസ്സിലാക്കിയ കാര്യം മനസ്സിൽ തന്നെ ഒളിപ്പിച്ചു വച്ചുകൊണ്ട് ഭഗീരഥി അവരോട് മൂന്നാളോടുമായി എന്തുപറ്റി 3 പേരുടെയും മുഖം വല്ലാതെ ഡള്ളായിരിക്കുന്നത് എന്ന് ചോദിക്കുന്നു. തുടർന്നും അവർ പറഞ്ഞു, ഞങ്ങൾ ഇവിടെ നിന്നും പോകുമ്പോൾ 3 പേർക്കും യാതൊരു കുഴപ്പങ്ങളും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ പെട്ടെന്നിതെന്തുപറ്റി? ഒരു ചെറു തമാശയായി. എന്നാൽ അതിലല്പം കാര്യഗൗരവത്തോടെ ഭഗീരഥി അവരോട് 3 പേരോടുമായി ചോദിക്കുന്നു. ഈ സമയം ഭഗീരഥിയുടെ സംശയത്തോടുള്ള ആ ചോദ്യവും കളിയാക്കലും ഒക്കെ കേട്ടിരുന്ന അവർ മൂന്നാളുടെയും മനസ്സുകളിൽ ഒരേയൊരു ചിന്ത മാത്രമായിരുന്നു അപ്പുവിനെക്കുറിച്ച്. അവർ അറിഞ്ഞ കാര്യങ്ങൾ എങ്ങനെയാണ് ഭഗീരഥിയോടും വന്ദനയോടും പറയുക?
അതറിയുമ്പോൾ അവരുടെ രണ്ടാളുടെയും റിയാക്ഷൻ എന്തായിരിക്കും? ഇനി അതല്ല, പറയാതിരുന്നാൽ അതും ശരിയാകില്ല എന്ന് തുടങ്ങി വല്ലാത്ത ഒരുതരം ആശയക്കുഴപ്പത്തിലായി അവർ 3 പേരും. ഒടുവിൽ, എന്നായാലും എപ്പോഴായാലും ഇക്കാര്യങ്ങളെല്ലാം എല്ലാവരും അറിയേണ്ടത് തന്നെയാണ്. അതിനാൽ ആദ്യം തന്നെ ഇക്കാര്യം വന്ദനയും ഭഗീരഥയും അറിയുന്നത് തന്നെയാണ് നല്ലതെന്ന്. അതുകൊണ്ടുതന്നെ തങ്ങൾ 3 പേരും അറിഞ്ഞ ആ കാര്യങ്ങൾ അവർ അമ്മയോടും മകളോടും പറയാൻ തീരുമാനിക്കുന്നു. അതിൻ്റെ ഭാഗമായി നമ്പ്യാർ ഭഗീരഥയുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി പറയാൻ തീരുമാനിച്ചുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി. ഭഗീരഥയും വന്ദനയും അപ്പുവിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയ ശേഷം അവിടെ ഉണ്ടായ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. കൂട്ടത്തിൽ വന്ദനയ്ക്ക് വന്ന ആ സമൻസ് പേപ്പർ അവർക്കായി നമ്പ്യാർ അവർ കേൾക്കെ വായിക്കുന്നു.